മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 29-ാം വാക്യം. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇവിടെ ഒരു യജമാനും ദാസനും തമ്മിലുള്ള ബന്ധത്തിൽ ഈ യജമാനൻ ദാസന് ചില താലന്തുകൾ കൊടുത്ത് ദൂരദേശത്തേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരു ദാസൻ 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 എന്നുള്ള നിലയിൽ കൊടുത്ത് പരദേശത്തേക്ക് പോയി പിന്നീട് വരും എന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ അപ്പൊ ഈ കൊടുത്തു കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിച്ചത്. അത് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ആത്മീയമായ നിക്ഷേപത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകാനായിട്ട് കർത്താവ് ലളിതമായി പറഞ്ഞ ഒരു ഭൗതിക സാദൃശ്യമാണ് ഈ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ നമുക്ക് ആത്മീയമായിട്ട് കാണുമ്പോൾ കർത്താവിന്റെ 1-ാം വരവിൽ കർത്താവ് വന്നിട്ട് പോയി, ഇനി മടങ്ങി വരും എന്ന് അറിയിച്ചാണ് കർത്താവ് പോയത്. അപ്പോൾ ആദ്യത്തെ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവ് സ്വർഗീയമായ വലിയ ദാനങ്ങൾ മനുഷ്യന് നൽകിയിട്ടാണ് പോയത്. രക്ഷയുടെ ദാനം തുടങ്ങി അനേക ദാനങ്ങൾ ഈ കർത്താവിന്റെ വരവിൽ കർത്താവ് നൽകിയിട്ടാണ് പോയത്. പക്ഷെ ഈ ദാനങ്ങളെ തന്നപ്പോ കർത്താവ് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോ ഈ ദാനങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊരു കണക്കെടുപ്പുണ്ട്. അപ്പൊ അന്ന് ആണ് ഫൈനൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഇവിടെ പോയത്. നമുക്ക് വളരെ പരിചിതമായൊരു വാക്യമുണ്ട്, എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തില് അതിന്റെ 8-ാം വാക്യം. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചന വാക്യത്തിന്റെ ഒരു ഉദ്ധരണിയാണ് നമ്മൾ ഈ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിലേക്ക് പോയി അവിടുന്ന് ദാനങ്ങളെ മനുഷ്യർക്ക് കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ആ നിലയിൽ വേഗം വരുന്നു യേശു മുമ്പാകെ നമുക്ക് ഈ ദാനങ്ങൾക്കെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ താലന്തുകൾ പറഞ്ഞ കാര്യത്തിലും ഇത് തന്നെയാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായ അനേക വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും എന്തോ ചെയ്യണം, തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. ഇത് അവിശ്വാസികളോട് പറഞ്ഞൊരു കാര്യമല്ല, കൊരിന്തിലെ സഭയോട് പറഞ്ഞൊരു കാര്യമാണ്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കും. അപ്പോൾ നമുക്ക് തന്ന ദാനങ്ങളുടെ എല്ലാം ഒരു കണക്ക് അവിടെ വെച്ച് കർത്താവ് എടുക്കുമെന്നാണ് ഇവിടെ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ദൂത് സംസാരിക്കുമ്പോൾ ഫിലാദൽഫിയ സഭയോട് ഒരു കുറവുമില്ലാത്ത ഒരു സഭയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഫിലാദൽഫിയ സഭയോട്. അത് മറ്റൊന്നുമല്ല, നിനക്കുള്ള കിരീടം വേറെ ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ളതാണ് അവിടെ പറഞ്ഞ ഒരു കാര്യം, ഒരു മുന്നറിയിപ്പ്. വെളിപ്പാട് 3:15 നമ്മളത് വായിക്കുന്നു. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നമ്മളെ തന്നിരിക്കുന്ന ദാനങ്ങളെ നമ്മൾ പിടിച്ചുകൊള്ളുക എന്നാണ് ഇവിടെ ആ വാക്യം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം. അപ്പൊ തന്നെ ഈ ചിലർക്ക് കൂടുതലും കുറവും ഒക്കെ ആയിട്ടാണ് ദാനങ്ങൾ ദൈവം കൊടുത്തത്. ഈ താലന്തുകളുടെ ഉപമയിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ കണക്ക് ചോദിക്കുമ്പോൾ വേറൊരു കണ്ടീഷനൂടെ ഇവിടെ യജമാനൻ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കൂടുതൽ
കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും, ലഭിച്ചവനോട് കുറച്ച് ചോദിക്കും എന്ന് നമ്മളവിടെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് 12:48 നമ്മളത് കാണുന്നു. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും എന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. ആ നിലയിൽ നമ്മൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയിൽ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ള സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിച്ച ദാനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കണം. ഈ താലന്തുകളുടെ ഉപമ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം അതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ് ഈ ഉപമ കർത്താവ് പറയുന്നത്. അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുവാൻ ദാസന്മാരെ വിളിച്ചു, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു എന്നാണ് അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ അതിന്റെ 19-ാം വാക്യം, അതിന്റെ 19, ഏറെക്കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു എന്നാണ് ഉപമയിൽ പറയുന്ന കാര്യം. പിന്നീട് നമ്മൾ അതിന്റെ അവസാന വാക്യം നമ്മൾ 30 ആദ്യം നമ്മൾ വായിച്ച വാക്യമാണ് 30-ാമത്തെ വാക്യം. എന്നാൽ 29-ാമത്തെ വാക്യം, അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു പറയും എന്നാണ് ഇവിടെ ഈ സാദൃശ്യത്തിൽ കർത്താവ് പറഞ്ഞു. ആ നിലയിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച് തന്നെ അനുഗമിക്കാൻ നമുക്കൊരു മുന്നോടിയായിട്ട് കർത്താവ് വന്നു ജീവിച്ചു. ചിലതൊക്കെ തന്നെ ചങ്ങ് പോകുകയല്ല, വന്ന് നമുക്കൊരു മാതൃകയായിട്ട് സകലത്തിലും ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ജഡത്തിൽ വന്ന് തന്റെ ദൈവത്വം എല്ലാം അവിടെ ഒഴിച്ചു വെച്ചേച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ട് ആ ദൈവത്വത്തിന്റെ ശക്തിയോ പദവിയോ തന്റെ ജീവിതത്തിൽ താൻ ഇവിടെ ഭൂമിയിൽ മനുഷ്യനായപ്പോൾ അത് സ്വീകരിക്കാതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജഡത്തിൽ വെളിപ്പെട്ടു നമുക്കൊരു മാതൃകയായി തീർന്നു. അങ്ങനെ തീർന്നു വന്നിട്ടാണ് ഈ ദാനങ്ങളൊക്കെ സ്വർഗത്തിൽ നമുക്ക് ദൈവം കർത്താവായ യേശു നമുക്ക് മേടിച്ചു തന്നു. ഒരുപക്ഷെ കൂടെ നടന്ന 3.5 വർഷക്കാലം ഈ ശിഷ്യന്മാർക്ക് ഈ ദാനങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ അവര് ഇന്നത്തേതിൽ അവര് ശക്തി ലഭിച്ച് ഈ ദാനങ്ങൾക്ക് സാക്ഷികളായി. അവര് ആ 3.5 വർഷം കർത്താവ് അവരുടെ കൂടെ ജീവിച്ച് കാണിച്ച, അല്ലെങ്കിൽ അവർക്ക് മുന്നോടിയായി കാണിച്ച ആ ജീവിതത്തിന്റെ അതേ മാർഗത്തിലൂടെ ഈ ദൈവിക ദാനങ്ങളെ അവർ വ്യാപാരം ചെയ്തു. അതാണ് നമ്മൾ ഈ സാധാരണ മനുഷ്യനായ കർത്താവിന്റെ ആ സന്ദേശം ലോകം മുഴുവൻ എത്താൻ കാരണമായി തീർന്നു. അതിന്റെ ശക്തിയാണ് എന്ന് നമുക്കറിയാം. കർത്താവ് ആ നിലയിൽ നമുക്ക് നല്ല ദാനങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചൊരു വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ കർത്താവ് നമ്മളെ ദൈവത്തിന്റെ വലിയ ദാനങ്ങളുടെ എല്ലാം നമ്മളെ സൂക്ഷിപ്പുകാരായിട്ടാണ് ദൈവം ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. കർത്താവ് അങ്ങനെ അവന് പരദേശത്ത് പോയ ആ യജമാൻ എല്ലാം ഏൽപ്പിച്ചാണ് പോയത്. തന്റെ ആത്മീയ സമ്പത്തുകളെല്ലാം അതൊരു ഭൗതിക സമ്പത്തിന്റെ സാദൃശ്യത്തിൽ പറയുന്നെങ്കിലും കർത്താവും തന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അതൊരു ആത്മീയ സമ്പത്തും ആത്മീയ നിക്ഷേപവുമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ നിലയിൽ ആ നിക്ഷേപങ്ങളുടെ ഒരു കലവറയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. മലാഖിയുടെ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. മലാഖി പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അറിയിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ
ഞാൻ അവരെ ആദരിക്കും. ആ നിലയിൽ ദൈവം നമ്മളെ നിക്ഷേപങ്ങളായിട്ടാണ് കണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്ലാൻ, കർത്താവ് മടങ്ങി വരുമ്പോൾ ഒരു മകനെ എങ്ങനെ ഒരു പിതാവ് ആദരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഞാൻ അവരെ ആദരിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് നമ്മൾ തിരിച്ചറിയണം. ആ നിലയിൽ നമ്മള് ദൈവിക ജന്മത്തിലൂടെ കർത്താവിന്റെ മക്കളായി തീർന്ന ശേഷം നമ്മളിൽ ദൈവം പകർന്ന ദാനങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, അതിന്റെ അളവ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ അളവ് ലഭിച്ചവരാണെന്ന് അഭിനയിച്ചാൽ അത് നമുക്ക് ദോഷമാണ്. നമുക്ക് ലഭിച്ചതിനേക്കാൾ ഒരു പടി താഴ്ന്നു നിൽക്കുന്നതാണ് നമുക്ക് അതിന്റെ സുരക്ഷിതത്വം ലോകത്തിന്റെ മുമ്പിൽ എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ റോമലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാണെന്നും ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു. ആ നിലയിൽ നമ്മളെ ദൈവം ഓരോ പാത്രങ്ങളായിട്ട് കണ്ട് ദൈവം അളന്ന് ആണ് ദൈവികമായ ഈ ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. വ്യത്യസ്തമായ അളവിലായിരിക്കും തന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെ പാത്രങ്ങളായിട്ട് കണ്ടാണ് അത് തന്നിരിക്കുന്നതെന്നൊക്കെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആ പാത്രങ്ങളുടെ ഒരു പ്രത്യേകത, പാത്രങ്ങൾ പല സ്റ്റോറേജ് ചെയ്യാനായിട്ട് പല പാത്രങ്ങളുണ്ട്. സ്റ്റീൽ പാത്രങ്ങളുണ്ട്, പ്ലാസ്റ്റിക് പാത്രമുണ്ട്, മൺപാത്രങ്ങളുണ്ട്, പല പാത്രങ്ങളുണ്ട്. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെ പ്രത്യേകത, ഇത് മൺപാത്രങ്ങളിൽ പകരാൻ നമുക്കറിയാം, ഒരു കാലത്ത് വംശനാശം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന മൺപാത്രങ്ങളൊക്കെ ഇപ്പോൾ തിരികെ വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഞങ്ങള് ഇവിടെ ഈ മാളിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ ചട്ടിയും കലമൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോ നമുക്ക് അത്ഭുതം തോന്നും. അക്കാര്യം ഒരു കാലത്ത് മനുഷ്യൻ വേണ്ടാന്നൊക്കെ വെച്ച കാര്യമാണ്. എന്താ, മൺപാത്രങ്ങൾക്ക് ചില പ്രത്യേകതകൾ. അതിനകത്ത് മീൻകറി വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ ഇതിൽ വെള്ളം നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചാലുള്ള ഒരു ഗുണം, ഇതിനൊരു സ്വാഭാവിക തണുപ്പുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്ന തണുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനകത്തൊരു സ്വാഭാവിക തണുപ്പുണ്ട്. എന്ന് പറഞ്ഞ പോലെ മൺപാത്രങ്ങളുടെ ഒരു പ്രത്യേകത, അതിന് ചെറിയ സുഷിരങ്ങളുണ്ട്. അതിന് തണുപ്പ് വരാൻ കാര്യം, ആ വെള്ളം ചെറുതായിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പുറത്ത് ചെറുതായിട്ട് വരും. ലീക്കൊന്നുമല്ല, പക്ഷെ ആ കലം തന്നെ ഒന്ന് നനഞ്ഞിരിക്കും. അപ്പൊ പുറത്തെ ചൂട് ഈ ഇതിൽ തട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു തണുപ്പ്, റെഫ്രിജറേഷൻ നടക്കുന്നു. അതാണ് അതിന് സ്വാഭാവിക തണുപ്പിന് കാരണമായിത്തീരും. അപ്പൊ ആ നിലയിൽ നമ്മളെയും ഈ മൺപാത്രങ്ങളായിട്ടാണ് ദൈവം കാണുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ഈ ലഭിക്കുന്ന കാര്യങ്ങൾ പെയ്യെ അത് പുറത്തോട്ട് ആ നിലയിൽ അത് വളരെ തണുപ്പ് ലഭിക്കത്തക്കവണ്ണം അതൊരു പ്രവൃത്തി ആ പാത്രങ്ങളിൽ നടക്കുന്നു. ആ ഒരു പ്രവൃത്തി ഈ പാത്രങ്ങളിലും ഈ പറയുന്ന ദാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക്കിലോ വെച്ചാൽ അത് അനുഭവപ്പെടുകയാണ്. ഈ പാത്രത്തിനും ഇതിൻ്റെതായ ഒരു പ്രവൃത്തി, ഒരു തണുപ്പ് പാത്രങ്ങളുടെ അനുഭവിക്കും. ആ നിലയിൽ ഈ ദൈവം ഈ മൺപാത്രങ്ങളിൽ ആ നിലയിൽ പകർന്നതിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പൗലോസ് ഇത് പറയുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ ആകുന്നു ഉള്ളത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ആ നിലയിൽ പാത്രങ്ങളായ നമ്മളിലാണ്, ഈ മൺപാത്രങ്ങളിലാണ് നമ്മൾ പകരുന്നത്. ആ മൺപാത്രത്തിന്റെ അനുഭവം നമുക്ക് ലഭിച്ച ഈ ദാനങ്ങളിലൂടെ ഈ പാത്രങ്ങളായ നമ്മളും ഇത് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്.
പല ഇത് താലത്തുകളായിട്ട് ഒരു സാദൃശ്യമായിട്ട് കർത്താവ് പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം മനുഷ്യർക്ക് നൽകിയ നല്ല ദാനങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ഈ കാര്യത്തിൽ വേണ്ടത്. നമ്മൾ ദൈവീയ ജന്മത്തിലൂടെ ദൈവത്തിന്റെ ഭവനക്കാരായപ്പോൾ നമ്മൾ ദൈവം പകർന്നു തന്ന പല ഈ ദാനങ്ങളെ കുറിച്ച് നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് കർത്താവ് തന്റെ ശിഷ്യരാകുന്ന നമുക്ക് ഈ 5 താലന്തിന്റെ ഉപമയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് എന്നാണ് നമ്മൾ ആ ഭാഗത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. ഈ 5 താലന്തുകൾ സാദൃശ്യമാണ് നമുക്ക് നേരത്തെ ദൈവത്തോട് ബന്ധമില്ലാതെ ഇരുന്ന സ്ഥാനത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ ഭവനക്കാരുമായി തീർന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ചില പണ്ടില്ലാതിരുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ദൈവം തന്ന ദാനങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒന്ന്, നമുക്ക് ദൈവത്തെ കുറിച്ച് അറിവും വിശ്വാസവും ഉണ്ടായി. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടായി വന്ന ഒരു കാര്യമല്ല, ദൈവം നമ്മളിൽ പകർന്നതാണെന്നാണ് റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ചത്. അവന് അളവ് പങ്കിട്ടതുപോലെ, വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എന്നാണ് നമ്മൾ വായിച്ചത്. ആ നിലയിൽ പണ്ട് നമുക്ക് ദൈവത്തെ കുറിച്ച് അറിവില്ലാതിരുന്ന കാലത്ത് അറിഞ്ഞപ്പോൾ ദൈവം നമ്മൾക്ക് പകർന്നു തന്ന ഒരു അനുഭവമാണ് ആ വിശ്വാസം. ആ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിലൂടെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടായത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ് നമ്മൾ പോകുന്നത്. ആദ്യം വചനം ഉണ്ടായി, ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ഈ വിശ്വാസം, ഈ കർത്താവിൽ, ഈ വചനമാകുന്ന യേശുവിൽ നമുക്ക് വിശ്വാസം നൽകി. ഈ വചനം നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴാണ് അത് വിശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിണമിച്ച് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നുവെന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിശ്വാസം എന്ന് പറയുന്ന ആ ദാനം നമ്മളിലുണ്ടായി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഗുരുതലേഖനത്തിൽ നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ ഈ വിശ്വാസം ഈ നിലയിൽ വന്നു. പ്രത്യാശ നമ്മളിൽ ഉണ്ടായത് എങ്ങനെയാണ്? പ്രത്യാശ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ അനുഭവത്തിൽ വന്ന് വിവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉളവാകും. അത് നമുക്കറിയാം, വിധമായ കഷ്ടതയാണ് നമ്മളെ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ നമുക്ക് അതിന് ആധാരമായിരിക്കുന്ന ഒരു കാര്യം, നമുക്കിതിനപ്പുറമായിട്ടൊരു സ്വസ്ഥതയുടെ അനുഭവം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതായ വിശ്വാസമാണ്. ഓരോ സാധാരണ തന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ വെളിപ്പെടുത്താനുള്ള തേജസ് വ്യാപിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ള തന്റെ ജീവിതത്തിലുള്ള ഒരു നിലപാടാണ്. എണ്ണുക എന്ന് പറയുമ്പോൾ ആ ഒരു നിലപാടിൽ താൻ ആ കഷ്ടങ്ങളെ കണ്ടതുകൊണ്ടാണ്. അപ്പോഴത് ആ ഒരു പ്രത്യാശ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വന്നു. അതുപോലെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ കർത്താവിനെ സ്നേഹിച്ചതല്ല, കർത്താവാണ് ആദ്യം നമ്മളെ സ്നേഹിച്ചതെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആദ്യം തുടങ്ങിയത് കർത്താവാണ്, അത് നമ്മളിൽ പകർന്നതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ഒരു വാക്യം നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. റോമാലേഖനം 5:5 അവിടെ പറയുന്ന പരിശുദ്ധാത്മാവിനാൽ അത് നമ്മളിൽ പകർന്നിരുന്നതാണ് ദൈവത്തിന്റെ സ്നേഹമെന്നാണ് ആ റോമാലേഖനം 5:5 നമ്മൾ കാണുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ മുമ്പായിട്ട് ആദ്യം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്കുണ്ടായ ഇതിനൊക്കെ മുമ്പായിട്ട് ഇതുവരെ നമ്മൾ അറിയിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു. ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്കോ ലോകത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോകത്തിന്റെ മുമ്പിൽ ശ്രേഷ്ഠമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനമല്ല.
ദൈവം നമ്മുടെ യേശു നമുക്ക് തരുന്ന ആദ്യത്തെ അനുഭവം സമാധാനമാണ്. അതിനു മുമ്പ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ശൂന്യ പ്രദേശം നമ്മുടെ ഉള്ളിൽ. ആ ശൂന്യ പ്രദേശത്തിലേക്കാണ് കർത്താവ് വന്നത്. ആ കർത്താവ് വന്നപ്പോഴാണ് ആ ശൂന്യതയിലാണ് സമാധാനം ദൈവം കൊണ്ടുവന്നത്. ആ സമാധാനം ലോകത്തിന് എടുക്കാൻ കഴിയാത്തതാണെന്ന് കർത്താവ് പറഞ്ഞു. ആ നിലയിൽ ഈ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നു. അത് ലോകത്തിന് എടുക്കാത്തതായതുകൊണ്ട് ആണ് നമുക്ക് എന്ത് കഷ്ടങ്ങളിലൂടെ പോയാലും പ്രയാസങ്ങളിലൂടെ പോയാലും ഈ സമാധാനം നമ്മുടെ ഉള്ളിലുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. അപ്പൊ അതൊരു നമ്മുടെ ജീവിതത്തിലുള്ള വലിയൊരു നിക്ഷേപമാണ്. അത് തന്ന നാള് മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ അതുണ്ട്. അതിന് നമ്മളൊരു സാക്ഷികളാണ്. അതുപോലെ നമ്മളിന്ന് പിള്ളേര് പാട്ട് പാടിയപ്പോൾ എന്ന് ചിരിച്ചു. ഒരു സന്തോഷത്തിന്റെ പ്രതീകമായിട്ടാണ് കുഞ്ഞുങ്ങൾ അത് ചിരിച്ചത്. നമ്മൾ സന്തോഷമുള്ളവരായിരിക്കും. എന്നാൽ ഈ സന്തോഷം എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമല്ല. കർത്താവിൽ ഉള്ള ഒരു സന്തോഷമാണ്. ആത്മീയമായിട്ട് പറയുമ്പോൾ നിലനിൽക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് കർത്താവിലുള്ള സന്തോഷമാണ്. ആ കർത്താവിലുള്ള സന്തോഷം ദൈവത്തിന്റെ ദാനമാണ്. നമ്മള് ദൈവവചനത്തിൽ വായിക്കുന്ന ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. അപ്പോൾ ഇതൊരു ദൈവത്തിന്റെ വലിയ ദാനമാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മള് ഈ 5 താലന്ത് എന്ന് പറയുന്ന പോലെ 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് നമ്മുടെ ഉള്ളിൽ ദൈവം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുള്ളവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും കർത്താവ് വരുമ്പോൾ നമുക്ക് വന്ന ഈ 5 അനുഭവങ്ങളുമായിട്ട് നമ്മുടെ കർത്താവിന്റെ അടുത്ത് നിന്നാൽ മതിയോ? പോരാ എന്നാണ് ഇവിടെ കർത്താവ് തന്ന മുന്നറിയിപ്പ്. അപ്പൊ ഇത്രയും നമുക്ക് ബേസിക്കായിട്ട് ദൈവം തന്നിട്ടുണ്ട്. ഈ തന്ന കാര്യങ്ങൾ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇത് വെച്ച് നമ്മൾ ഇച്ചിരി ബിസിനസ് ചെയ്യണമെന്നാണ് കർത്താവ് ആത്മീയമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ദാനങ്ങളെ ഉപയോഗിച്ച് നമുക്ക് പല താലന്തുകളെ നമുക്ക് ഉത്പാദിപ്പിക്കാം. നമുക്ക് ഇച്ചിരി ആത്മീയമായിട്ട് നമ്മൾ ഇതിനെ വ്യാപാരം ചെയ്യാമെങ്കിൽ നമുക്ക് പല നിക്ഷേപങ്ങളോട് നമുക്ക് കൂട്ടാം. നമുക്ക് സ്വർഗീയ നിക്ഷേപം നമ്മൾ സമാഹരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമുക്ക് അവിടെ പോയി നമുക്ക് അവിടെ അക്കൗണ്ട് തുറന്ന് നേരിട്ട് അവിടെ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുകയാണ്. അതിന്റെ ബ്രാഞ്ച് ഇവിടെ തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ദൈവം നമ്മൾ നിക്ഷേപിച്ചു. നമ്മളത് ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ വ്യാപാരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നിക്ഷേപം വർദ്ധിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. അപ്പോ പിന്നീട് നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും ഇതിന്റെ പ്രവർത്തന ഫലമാണ്. നമുക്ക് ദൈവത്തോടുള്ളതായ ഭക്തിയും കഴിവൊക്കെ ആദ്യമൊന്നും നമുക്ക് അത്രയും കാണത്തില്ല. എന്നാൽ പിന്നീട് നമുക്ക് ഇത് ശരിയായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ അനുഭവങ്ങളൊക്കെ വ്യാപാരം ചെയ്യുമ്പോൾ നമ്മൾ ദൈവിക ഭക്തിയുടെ അനുഭവങ്ങൾ ദൈവം നമുക്ക് തരും. അത് മാത്രമല്ല, നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ഈ വ്യാപാരം ഒന്നും നടക്കുകയില്ല. നമുക്ക് ദൈവശക്തി ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവശക്തി ദൈവം നമുക്ക് ദാനമായിട്ട് തരും. അതുപോലെ കൃപാവരങ്ങൾ ഒക്കെ ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നത് പുറകെയാണ്. അതില് കൃപാവരങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വരമാണ് കഷ്ടം സഹിക്കാനുള്ള വരം. അങ്ങനെ ഒരു വരത്തെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്. അന്യഭാഷ പ്രവചനം, വീര്യപ്രവർത്തികൾ, അതുപോലെ ആത്മാക്കൾ വ്യാഖ്യാനം, അങ്ങനെ ഒത്തിരി വരങ്ങളുള്ള കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വരത്തെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. അത് കഷ്ടം സഹിക്കാനുള്ള വരം. അത് നമുക്ക് അന്ത്യനാളിൽ കണക്ക് തീർക്കുമ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു വരമാണ്. നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഈ വരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ
നമുക്ക് അവിടെ വളരെ സ്വർഗീയമായ ആദായം ലഭിക്കാൻ ഇടയുള്ള ഒരു വരണം. അതുപോലെ നമ്മളിന്ന് മനപ്പാഠ വാക്യത്തിൽ നമ്മൾ വായിച്ച ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദൈവം പല ഉദ്ദേശങ്ങളില്ല, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എബ്രായലേഖനം 12 നമ്മൾ വായിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ നമ്മൾ കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ദാനങ്ങളെ എല്ലാം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് പല ദാനങ്ങൾ കൂടിയിട്ടുണ്ട്, പലതും നമുക്കിനിയും മെച്ചപ്പെടുത്താനുണ്ട്. അപ്പൊ തന്നെ നമ്മൾ രണ്ട് താലത്ത് ലഭിച്ചതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ 2 താലം 5 താലത്തിന്റെ നമ്മളിപ്പോ 5, 10 വ്യാപാരത്തിലാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടായി, ഇനിയിപ്പോ കുറച്ചുകൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ നിലയിൽ നമ്മൾ ചിന്തിക്കാം. അപ്പൊ ഈ 2 താലന്ത് ലഭിച്ച ആ ദാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മള് ഒരു സാദൃശ്യം, നമ്മളൊരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒരു ആട് പ്രസവിച്ചു അതിന് കുഞ്ഞുണ്ടായി. ഇപ്പൊ ആടിലും ഈ ആട്ടിൻകുട്ടിയിലും 2 അനുഭവങ്ങൾ അതിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം അവർക്ക് ദാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ തള്ളയാടിന് ആട്ടിൻകുട്ടിയോടുള്ള വലിയ സ്നേഹമാണ്. അതിന് ആ ആട്ടിൻകുട്ടിയെ കുറിച്ചുള്ള വിചാരണയും നോട്ടമേയും ഉള്ളിച്ചുള്ള അതിന് തീറ്റയോ പുതിയോ അതൊന്നും അല്ല അതിന് ബാധകമായിരിക്കുന്നത്. അതിന് ഈ കുട്ടിയോടുള്ള സ്നേഹമാണ്. അതുപോലെ ഇതുപോലെയാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും ഉപമിക്കുന്ന വേറൊരു കാര്യമാണ്, പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയുള്ളൂ. അപ്പൊ ഈ ആട്ടിൻകുട്ടിയോട് തള്ളയാടിനുള്ള സ്നേഹം വളരെ വർണ്ണിക്കാൻ വയ്യാതെ. അപ്പൊ മനുഷ്യനായിട്ട് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ കുട്ടിയിലും ചില കാര്യങ്ങൾ ദൈവം ദാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാര്യം, ഈ കുട്ടി ആദ്യം പിച്ച വെച്ച് ആദ്യം എഴുന്നേൽക്കും, പല പ്രാവശ്യം വീണും. അത് പക്ഷേ അതിനെ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അത് പാല് കുടിക്കാൻ വേണ്ടിയാണ്. അതിനെ അത് ആര് പഠിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അത് ദൈവത്തിന്റെ വലിയ ദാനമാണ്. ആ നിലയിൽ ഈ 2 ദാനങ്ങൾ നമുക്കതിനെ ആദ്യ വിശ്വാസമെന്നും ആദ്യ സ്നേഹമെന്നും ഒക്കെ വേണമെങ്കിൽ പറയാം. ഈ ആദ്യ സ്നേഹം, ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള ആ സ്നേഹം, കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനോടുള്ള സ്നേഹത്തെ അതിനോട് നമുക്ക് വേണമെങ്കിൽ ഉപമിക്കാം. ആദ്യ വിശ്വാസം നമുക്ക് ഈ കുട്ടിക്ക് വിശ്വാസത്താൽ പോയി അത് പാല് കുടിക്കാൻ പോകുന്ന ആ ഒരു അനുഭവത്തോട് സാദൃശ്യപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. ഈ നിലയിൽ നമുക്ക് ഈ 2 ദാനങ്ങളെ കാണാം. അപ്പൊ ഈ 2 ദാനങ്ങളും നമ്മൾ അവസാനം വരെ സൂക്ഷിക്കണമെന്നാണ് ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളാണ് എന്നാണ് ഇവിടെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ എഫേസ്യ സഭയ്ക്കുള്ള സന്ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കാര്യമാണ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നുള്ള കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്, അത് വിട്ടു നീ മാനസാന്തരപ്പെടുക. ഈ എഫേസ്യ സഭയ്ക്ക് അനേക ഗുണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പല സമ്പാദ്യങ്ങളൊക്കെ സമ്പാദിച്ചു. പക്ഷെ ഈ ആദ്യത്തെ ദൈവം തന്ന നിക്ഷേപം നഷ്ടപ്പെടുത്തിയ കാരണം മറ്റേതിനൊന്നും വാല്യൂ ഇല്ലാതെ പോയി. ഈ എഫേസ്യ സഭയ്ക്കുള്ള 2 നല്ല ഗുണങ്ങളായിരുന്നു. അവർക്ക് കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ കള്ളന്മാരെന്ന് കണ്ടതും ഒക്കെ എഫേസ്യ സഭയുടെ നല്ലൊരു തിരിച്ചറിവ്. അവർ പിന്നെ ദൈവം കൊടുത്ത ഒരു നല്ല ദാനമായിരുന്നു. അതുപോലെ അവർക്ക് സഹിഷ്ണുതയുള്ളത് മറ്റു കാര്യങ്ങളിൽ, ഈ കാര്യത്തിൽ ദൈവീ കാര്യങ്ങൾ അവരൊട്ടും കർത്താവിനെ പോലെയായിരുന്നു. ആലയത്തെ കുറിച്ചുള്ള എരിവ് ഉള്ള ഒരു സഭയായിരുന്നു എഫേസ്യ സഭ. അവര് പണപരമായ തട്ടിപ്പുകളോ അല്ലെങ്കിൽ പാപത്തിന്റെ സ്വാധീനങ്ങളോ ഒക്കെ കാണുമ്പോൾ അവർക്ക് വളരെ ശക്തമായ പ്രതികരണമുള്ള ഒരു സഭയായിരുന്നു എഫേസ്യ സഭ. അതുപോലെ കഷ്ടം സഹിക്കാനുള്ള സഹിഷ്ണുതയും എല്ലാം ഉള്ളതായിരുന്നു. പക്ഷേ ഈ ആദ്യ സ്നേഹം, അമ്മയ്ക്ക്
ആ കുഞ്ഞിനോടുള്ള സ്നേഹം, ആ ഒരു അവരിൽ ആ പകർന്ന ആ സ്നേഹം നഷ്ടപ്പെടുത്തിയത് കാരണം ഇതെല്ലാം പ്രയോജനമില്ലാതെ പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആദ്യ വിശ്വാസം ഇതുപോലാണ്. ദൈവം നമ്മളെ എങ്ങനെയാണ് കർത്താവിന് നമ്മുടെ ഒരു സ്വന്തം കഴിവിലല്ല, ദൈവം നമ്മളെ ദൈവീയ വഴിയിൽ നടത്തിയത്. ദൈവം വിശ്വാസത്താലാണ് ദൈവം നമ്മളെ നടത്തിയത്. നമ്മളിൽ പകർന്ന വിശ്വാസത്താലാണ് ദൈവം നടത്തിയത്. ആ വിശ്വാസം നമുക്ക് അവസാനം വരെ വേണം. നമ്മുടെ സ്വന്തം ആശ്രയത്തിലല്ല, അവസാനം വരെ നമ്മൾ ആ ആശ്രയത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അപ്പൊ നമ്മള് ഈ നിലയിൽ നമ്മുടെ ആദ്യ വിശ്വാസവും ആദ്യ സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് അവസാനം വരെ നമുക്ക് പ്രത്യേകിച്ച് അന്ത്യകാലത്ത് ജീവിക്കുമ്പോൾ വളരെ വിവേചനത്തോടെ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വഞ്ചനയുടെ നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എഫെസ്യ സഭയ്ക്കുള്ള തുടരുതാത്തവരെ സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കുക അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കാണുന്ന സ്വഭാവമൊക്കെ നമുക്ക് ആവശ്യം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഈ അന്ത്യകാലങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് തിരുവെഴുത്തുകൾ നമുക്ക് മുന്നറിയിപ്പ് തരും. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടിയ ഒരു കാര്യമാണ് സഹിഷ്ണുത. ആ ദൈവം തരുന്ന ദാനമാണ്. അത് നമ്മൾ സൂക്ഷിച്ചാൽ അത് നമുക്ക് ഈ രണ്ടും നാലാകും. ആദ്യ വിശ്വാസവും ആദ്യ സ്നേഹവും അതുപോലെ വിവേചനവും അതുപോലെ സഹിഷ്ണുതയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കത് ഇത് കിട്ടിയവന് രണ്ടുകൂടെ കിട്ടിയെന്നുള്ള ഒരു അനുഭവത്തിൽ നമുക്ക് കർത്താവിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയും. ഇനിയിപ്പം വളരെ നമുക്ക് അറിയാവുന്ന പോലെ ഒരു താലന്ത് കിട്ടിയവൻ, ഒരു താലന്ത് കിട്ടിയവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ചിന്തിച്ചാൽ നമുക്കൊരു പുതിയ കാറ് വീട്ടിൽ കിട്ടി. അപ്പോ ഒരു നല്ല വിലയുള്ള വളരെ ഒരു കംപ്ലൈന്റ് ഒക്കെ ഒന്നും ഇല്ലാത്ത ഒരു കാറാണ്. ദൈവത്തിന്റെ ദാനങ്ങൾ എപ്പോഴും ഒരു ഊനവും ഇല്ലാത്തത്. അതുപോലെ അപ്പൊ ഈ കാറ് നമുക്ക് ലഭിച്ചു. പക്ഷെ നമ്മൾ എന്തോ ചെയ്യുന്നില്ല, കാറ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അത് ഓടിക്കുന്നില്ല, എന്നാൽ അതിന്റെ ടാക്സ് ഒക്കെ അടയ്ക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. അത് നമ്മൾക്ക് മേടിച്ച നാളെ തിരിച്ചു വരുമ്പോൾ ദൂരദേശത്തേക്ക് പോയ ഈ യജമാന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം വരുമ്പം നമ്മൾ താക്കോലെടുത്ത് കൊടുക്കുക, വേണ്ട തന്ന കാറ് ഒരു ബോറൽ പോലും ഏൽക്കാതെ ഞാൻ തിരികെ ഏൽപ്പിക്കും. ഒരു 3-4 വർഷം കഴിഞ്ഞാണ് ആള് വന്നത്. ഇപ്പോൾ ഈ കാറിന്റെ സ്ഥിതി എന്താകും? കാറ് നോക്കിയപ്പം താക്കോലിട്ട് നോക്കിയപ്പം അത് അനക്കം പോലും ഇല്ല, ബാറ്ററി എല്ലാം പോയി, അതിന്റെ ടയറെല്ലാം പൊട്ടിപ്പോയി, ഒരു ഉപയോഗമില്ലാത്ത എത്രയും വിലയേറിയ കാറ് അങ്ങനെ ആയിപ്പോയി എന്നാണ് നമ്മളുടെ ഈ കാറിനെ കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ മേടിച്ചു കൊടുത്ത യജമാന് ഈ മേടിച്ചു കൊടുത്ത ആളോട് ഞാൻ ഒരു ബോർഡ് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു തരുന്നു എന്ന് പറയുന്ന ആളോടുള്ള മനോഭാവം എന്തായിരിക്കും? ഇതാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അതേ ഒരു മനോഭാവമാണ് ഈ ഒരു താലന്തുകാരന്റെ അനുഭവം. ഈ ഒരു താലന്തുകാരന് ഒരെണ്ണേ ഉള്ളൂ, മറ്റവർക്ക് 2 ഉണ്ട് 5 ഉണ്ട് എന്നുള്ള നിലയിൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം ഈ ഒരു താലന്ത് ഉള്ളവന് അത് വ്യാപാരം ചെയ്ത് 2 അല്ല അതിലൊക്കെ കൂടുതലാക്കാറുണ്ട്. നമുക്ക് വളരെ പരിചിതമായ പത്രോസിന്റെ 2-ാം ലേഖനത്തിലെ ഒരു വാക്യമുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം അതിലെ 3 മുതലുള്ള വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാണ് നമുക്ക് വിലയേറിയ അതിമഹത്തായ വാക്തത്വങ്ങൾ നൽകിയിരിക്കും. ഈ ലോകത്താളുടെ നാശം വിട്ടുകഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമാനമില്ല. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ
വിശ്വാസത്തോട് വീര്യവും. ഇവിടെ നമുക്ക് ഈ ഒരു ദാനത്തെ നമുക്ക് ഈ നിലയിൽ നമുക്ക് വിശ്വാസമായിട്ട് തന്നെ എടുക്കാം. ഈ ഒരു താലന്ത് വിശ്വാസം തന്നെ ആയിരിക്കട്ടെ. ഈ ഒരു താലന്ത് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഈ കാറ് ഉപമ പറഞ്ഞ പോലെ കാറ് വെറുതെ ഇട്ടിരിക്കാതെ, അത് ഉപയോഗിക്കാതെ അതിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് അതിനൊരു കവറുമൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കാർ ഷെഡിൽ കയറ്റി കവറുമൊക്കെ ഇട്ട് എന്നും പൊടി വെക്കാതെ ഒക്കെ സൂക്ഷിച്ച പോലെ അല്ല അതിനെ സൂക്ഷിക്കേണ്ടത്. അതിനെ എങ്ങനെയൊക്കെ ഈ കാറിനെ നമുക്കൊരു വിശ്വാസമായിട്ട് സങ്കല്പിക്കാമെങ്കിൽ എങ്ങനെയൊക്കെ ഒരു സാധ്യതയായിട്ട് മുമ്പിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോട് വീര്യം കൂട്ടാനാണ് ഇവിടെ പറഞ്ഞത്. വീര്യത്തെ കുറിച്ച് ഇവിടെ പറയുന്ന മോറൽ എക്സലൻസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നതെന്നാണ് തോന്നുന്നു. അപ്പോൾ ഈ വണ്ടി എന്തോ ചെയ്യണമെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്ന് റേസ് ചെയ്യുന്നതൊക്കെ അതിനോട് നമുക്ക് വേണമെന്ന് നിർമ്മിക്കാം. അത്രയും ചെയ്യാൻ മാത്രമല്ല, പിന്നെ നമ്മൾ വിശ്വാസത്തോട് ബീജത്തോട് എന്തോ ചെയ്യണം, പരിജ്ഞാനം കൂടും. കർത്താവിനെ ഈ കാറിനെ കുറിച്ച് ഒരു അറിവ് അതിന്റെ മാനുവലൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അപ്പൊ ഇത് മുന്നോട്ട് നീക്കേണ്ടത് ഫസ്റ്റ് ഗിയറിലിട്ടാ. അപ്പോ ഫസ്റ്റ് ഗിയറിലിട്ട് മുന്നോട്ട് നീക്കി. അപ്പൊ നമുക്ക് അത്രയും പരിജ്ഞാനമായി. പിന്നെ പോയിട്ട് നമ്മൾ അടുത്തത് ഗിയർ മാറണം. അതിനെ നമുക്ക് ഇന്ദ്രിയ ജയത്തോട് നമുക്ക് സാദൃശ്യപ്പെടുത്താം. നമ്മുടെ അവയവങ്ങളുള്ള കൈയും കാലും ഒക്കെ ശരിയായിട്ട് വർക്ക് ചെയ്താലേ ഇത് നമുക്ക് അനുഭവമാകുള്ളൂ. നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്മേൽ ഒരു ജയത്തിൽ നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ നോട്ടങ്ങൾക്ക്, നമ്മുടെ കേൾവിക്ക് ഒക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് ഒരു ഇന്ദ്രിയ ജയം എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ഇന്ദ്രിയ ജയം നമ്മളെ ഒരു സ്ഥിരതയിലേക്ക് കൊണ്ടുവരും. തുടർന്ന് നമ്മൾ ടോപ്പ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ അങ്ങ് പോവുക. സ്ഥിരമായിട്ടൊരു സ്പീഡിൽ ഇവിടുത്തെ ആടെ 120, 140 ഒക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് തന്നെ പോവുക. ആ ഒരു റേഞ്ചിൽ അപ്പം തന്നെ നമ്മള് ലൈറ്റുകളൊക്കെ ശ്രദ്ധിക്കണം. റെഡ് ലൈറ്റ് കത്തിയാൽ ഭയങ്കര കുഴപ്പമാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന്റെ നിയമങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്ഥിരതയോടുകൂടി നമ്മളിലൊരു ദൈവഭക്തി ഉണ്ടാകണം. അല്ലെങ്കിൽ ദൈവഭക്തിയുടെ ഒരു അടയാളമാണ് ദൈവിക പ്രമാണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാക്കുക എന്നുള്ളത്. ആ നിലയിൽ നമുക്ക് സ്ഥിരതയോടുകൂടി ഭക്തിയോട് സഹോദരപ്രീതി. ഈ കാറ് നമ്മൾ തന്നെ ഓടിച്ചു പോകുന്നത് നമുക്ക് നമ്മുടെ ഒരു സഹോദരനെ കൂടെ ഒരു ലിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൊണ്ടുവിടുക, ഇതൊക്കെ ഈ രീതിയിൽ നമുക്ക് കാർ ഉപയോഗിക്കാൻ. ആ നിലയിൽ നമുക്കിതിനെ വ്യാപാരം ചെയ്യാനും സഹോദരപ്രീതി എന്ന് പറയുന്ന അനുഭവം ഇതിലൂടെ നമുക്ക് കൊണ്ടുവരായിരുന്നു. പിന്നെ സ്നേഹം കൂട്ടിക്കൊള്ളുക. സ്നേഹം, ഈ കാറെല്ലാം ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്, ഇത് എന്റേതല്ല, ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ കാണുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് എല്ലാവരിലേക്കും പകരാനായിട്ട് കഴിയും. നമുക്ക് പ്രിയമുള്ളവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം എന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയും. ആ നിലയിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഈ ദാനത്തിലൂടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ, ഇങ്ങനെ നമ്മൾ ഉണ്ടായ നമുക്ക് ഉള്ള ഗുണങ്ങൾ. അപ്പൊ ഈ കർത്താവ് വരുമ്പോൾ നമ്മൾ ഈ നിലയിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ഈ 2 പത്രോസിന്റെ ലേഖനം 1:11 വായിക്കുന്ന, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും. അപ്പൊ നമുക്കിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉള്ള വീടാണെങ്കിൽ അവിടെ ഒരു കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കമ്പി നമ്മൾ വരുന്നുണ്ടെ ഇത് പൊക്കി തരും, നമ്മൾ പോകുന്നു, നമുക്കൊന്നും അറിയില്ല. അതേസമയം നമ്മൾ ഒരു അപരിചിതനാണ്, നമുക്ക് ഈ കാര്യത്തിലൊന്നും അറിയത്തില്ലെങ്കിൽ അവിടെ തന്നെ സെക്യൂരിറ്റിയോട് നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തി എല്ലാം ഓക്കെ ആണെങ്കിലേ നമ്മളെ എന്തോ ചെയ്യത്തുള്ളൂ, കയറ്റി കൊടുത്തുള്ളൂ. അപ്പോൾ ധാരാളമായ ഒരു പ്രവേശനത്തിന് ഈ കാര്യങ്ങളെല്ലാം നമ്മളിലുണ്ടെങ്കിൽ, അത് വർദ്ധിച്ചു വരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പ്രവേശനമാണ് കർത്താവിന്റെ മുമ്പാകെ നിൽക്കാൻ നമ്മളെ പ്രാപ്തരാകും.
അപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ദൈവവചനം പറയുന്നുണ്ട്. അവിടെ വേറൊരു കാര്യം പറയുന്നു, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും സുവിശേഷം അനുസരിക്കാത്തവരുടെയും ഗതി എന്താണ്? നമുക്ക് കേവലം യേശുവിനെ നമ്മൾ അറിഞ്ഞാൽ ഉടനെ ദൈവം തരുന്ന ഒരു കാര്യമാണ് നീതീകരണം. യേശുവിൽ വിശ്വസിക്കുന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് തരിക. അത്രയും മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ പേര് നീതിമാനാണ്. ആ നീതിമാൻ ചെന്ന് ഈ ഗേറ്റൊക്കെ തുറന്നു വിടണമെങ്കിൽ വലിയ പാടാ എന്നാണ് ദൈവവചനം പറയുന്നത്. നീതി മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ആ നീതീകരണം മാത്രമേ ഉള്ളൂ. കർത്താവേ പാപിയായ എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവരായിട്ട് പോയി. തുടർന്ന് അവൻ അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അവൻ നീതിമാനാണ്. പക്ഷേ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കാൻ കഴിയില്ല, പ്രയാസപ്പെട്ടേ കഴിയുള്ളൂ എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ആ നിലയിൽ ദൈവീയ ദാനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിലെല്ലാം പറയുന്ന കാര്യം നമുക്കിതെങ്ങനെ, ഇതിന്റെ ഈ വർദ്ധിപ്പിക്കുന്ന ബിസിനസിന്റെ പേരാണ് ആത്മീയ വർധന. ആത്മീയ വർധന നമ്മള് കൂടി വരുന്നത് എന്തിനാ? നമ്മള് ഒരു ചർച്ചയായിട്ട് നിൽക്കുന്നത് എന്തിനാ? നമ്മൾ ആത്മീയ വർധന പ്രാപിക്കാൻ. ദിവസവും നമ്മൾ ആത്മീയ വർധന പ്രാപിക്കാം. ദിവസവും നമ്മൾ പാപം ചെയ്യാതിരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. തെറ്റിപ്പോകാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ആ നിലയിൽ നമ്മൾ ആത്മീയ വർധന പ്രാപിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ആ ഒരു പ്രവേശനം വളരെ ഈസി ആവുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ആ നിലയിൽ നമ്മൾ ഈ കാര്യങ്ങളെ കാണും. നമുക്ക് ചില വാക്യങ്ങളുടെ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ആ നിലയിൽ സമയം മുമ്പോട്ട് പോകുമല്ലോ. ആ നിലയിൽ നമ്മൾ ആത്മീയ വർധന പ്രാപിക്കുന്ന അനേക കാര്യങ്ങളെ കുറിച്ച് തിരുവെടുത്ത് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ആ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളെ കാണാം. ഞാൻ വേഗത്തിൽ നിർത്തിക്കൊള്ളാം, ഒരു വാക്കൂടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. അപ്പോൾ ഈ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയ അല്ലെങ്കിൽ ഈ ഒരു അവകാശത്തിന് വേണ്ടിയത് കർത്താവ് പറഞ്ഞൊരു കാര്യം, യോഹന്നാന്റെ സ്നാപകന്റെ കാലം മുതൽ ഇതിനുവേണ്ടി ഒരു ബലാത്കാരം ചെയ്തു, ബലാത്കാരികൾ അത് അവകാശമാക്കുന്നു എന്നാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 11:12 വായിക്കുന്നത്. ആ നിലയിൽ ഈ ആത്മീയ വർധനയ്ക്ക് നമുക്ക് ഒരു ബലാത്കാരം ആവശ്യമാണ്. ബലാത്കാരം ആവശ്യമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ഈ ദാനങ്ങളെയെല്ലാം ക്രമം കെട്ട നിലയിൽ അവിടെ ഇട്ടാൽ പോലെ നമ്മുടെ ഉള്ളിലുള്ള ശൂന്യതയെ നമ്മൾ ആ ദൈവസമാധാനം എന്നുള്ള നിലയിൽ നമ്മൾ കാക്കുക. അവിടെയുള്ള പെയിന്റിങ്ങും ഇലക്ട്രിസിറ്റി കണക്ഷനും എല്ലാം ദൈവീയ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുക. അതിന്റെ ഉള്ളിൽ ഒരു മുറിയുണ്ട്, അവിടെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ദൈവസ്നേഹം. ഇപ്പോഴത്തെ വെളിയിലത്തെ ഓഫീസിന് ഉള്ളിൽ ഒരാൾ ഇരിപ്പുണ്ട്, അതാണ് നമ്മുടെ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്ന ആള്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്ന ആള് തന്നെ നമുക്ക് നമ്മുടെ പ്രത്യാശയായിട്ട് അവിടെ ഇരുത്താം. പ്രത്യാശയെല്ലാം നമ്മൾ കർത്താവിനോട് നമ്മുടെ സദൃശരാകും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നിർമ്മലനായിരിക്കുന്നവർ നമ്മൾ നിർമ്മലനാകണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ അവനോട് സദൃശ്യരാകും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ഈ ഡിസൈനർ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ചെയ്യേണ്ട പണി നമ്മളെ കർത്താവിനോട് സദൃശ്യരാക്കുന്ന ആ പ്രവൃത്തിയാണ് അവിടെ ഇരുന്ന് ചെയ്യേണ്ടത്. അതിന്റെ പിന്നിൽ ഒരു അർത്ഥമുണ്ട്, അതിനാണ് വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ട കാര്യം വിശ്വാസമാണ്. ബാക്കിയുള്ളവരൊക്കെ ഓഫീസിൽ ഇരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ഈ കാര്യങ്ങളെ, നമ്മളുള്ള ദൈവീയ ദാനങ്ങളെ കാണാനും ആ നിലയിൽ നമ്മൾ ഈ ദാനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും കർത്താവിന്റെ നാളിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കാൻ നല്ലവനും വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. ദൈവത്തിന് മുമ്പാകെ എന്നെയും സമർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ.